ഹായ് എവരി വൺ. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 2ാം ഭാഗം ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായിട്ടുള്ള കാളിദാസൻ എഴുതിയിട്ടുള്ള ശകുന്തളം എന്ന് പറയുന്ന ഒരു നാടകമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുകളിൽ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. The clear blue sky, sparkling rivers and the fragrant flowers speak to us of the joy and serenity in nature. The clear blue sky. The clear നല്ല തെളിഞ്ഞ, ബ്ലൂ സ്കൈ നീലാകാശം, സ്പാർക്ലിംഗ് വെട്ടിത്തിളങ്ങുന്ന റിവേഴ്സ് പുഴകളും, ആൻഡ് ഫ്രാഗ്രന്റ് സുഗന്ധമുള്ള ഫ്ലവേഴ്സ് പൂക്കളും സ്പീക്ക് ടു അസ് നമ്മോട് സംസാരിക്കുന്നു. ഓഫ് എന്തിനെ കുറിച്ചാണ് ഇതൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്? ഓഫ് ദ ജോയ് സന്തോഷത്തെക്കുറിച്ചും, ആൻഡ് സെർണിറ്റി ശാന്തതയെക്കുറിച്ചും, ഇൻ നേച്ചർ പ്രകൃതിയിലുള്ള. അപ്പോൾ പ്രകൃതിയിലുള്ള ശാന്തത സന്തോഷത്തൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളത് കാണുമ്പോഴാണ്, അറിയുമ്പോഴാണ്. ഷുഡിൻ വി ലീവ് നമ്മൾ ജീവിക്കണ്ടേ? ഇൻ ഹാർമണി ഐക്യത്തോട് കൂടിയിട്ട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കണ്ടേ? വിത്ത് മദർ നേച്ചർ നമ്മുടെ അമ്മയായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് ഐക്യത്തോടു കൂടി നമ്മൾ ജീവിക്കണ്ടേ? ഇഫ് അവർ ബോണ്ട് നമ്മുടെ ബന്ധം ആണെങ്കിൽ, എന്താണെങ്കിൽ വിത്ത് നേച്ചർ പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം ബ്രേക്സ് തകരുകയാണെങ്കിൽ, ഇറ്റ് വിൽ റിസൾട്ട് അത് എങ്ങനെയായിരിക്കും റിസൾട്ട് ഉണ്ടാവുക? ഇൻ ഡിസാസ്റ്റർ ദുരന്തമായിരിക്കും. അപ്പൊ അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദുരന്തമായിരിക്കും. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് എന്താണ് മനോഭാവം? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് നമ്മുടെ പൂർവികരുടെ മനോഭാവം ടു നേച്ചർ പ്രകൃതിയോടുള്ള. ഡിഡിൻഡ് ദേ അവർ ചെയ്തിരുന്നോ? എന്ത് ചെയ്തിരുന്നോ? ട്രൈ അവർ ശ്രമിച്ചിരുന്നോ? ടു കോ എക്സിസ്റ്റ് സഹവസിക്കാന്, ഒരുമിച്ച് പോവാന്, ഇണങ്ങി ജീവിക്കാന് വിത്ത് നേച്ചർ പ്രകൃതിയോട്. ഹിയർ ഇവിടെ ഇസ് ആൻ എക്സെപ്റ്റ് ഒരു ചെറിയ ഭാഗമുണ്ട് ഫ്രം ദി പ്ലേ നാടകത്തിൽ നിന്നുള്ള. ഏതാണ് നാടകം? ശകുന്തളം എന്ന് പറയുന്ന നാടകമാണ്. ബൈ കാളിദാസ് എഴുതിയിട്ടുള്ള. ലെറ്റ്സ് എക്സാമിൻ നമുക്ക് പരിശോധിക്കാം. ഹൗ എങ്ങനെയാണ് അവർ ആൻസസ്റ്റേഴ്സ് നമ്മുടെ പൂർവികര് ലീവ്ഡ് ജീവിച്ചിരുന്നത് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്. അപ്പം മുമ്പത്തെ സമയത്ത് നമ്മുടെ പൂർവികര് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നമുക്ക് നോക്കാം. അവർ പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണോ അല്ലാതെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ നാടകം നോക്കിയിട്ട് മനസ്സിലാക്കാം. ശകുന്തളം കാളിദാസൻ എഴുതിയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ഒരു നാടകമാണ് ശകുന്തളം എന്ന് പറയുന്നത്. നാടകമായതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ഡയലോഗ്സും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. നാടകങ്ങൾ അല്ലെങ്കിൽ പ്ലേ എപ്പോഴും ഭാഗങ്ങളായി തിരിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതിൽ ആക്ട് 1 എന്ന് പറയുന്നത് ദ ഹണ്ട് എന്നാണ്. ഹണ്ട് എന്ന് പറഞ്ഞാൽ വേട്ട. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് ദ ഹണ്ട്, വേട്ട എന്നാണ്. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡ്രമാറ്റിസ് പേഴ്സോണെ. ഡ്രമാറ്റിസ് പേഴ്സോൺ എന്ന് പറഞ്ഞാൽ ആ പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ഇതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ പ്ലേ. ദ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളുടെ ലിസ്റ്റ് ആണ് ഇൻ എ പ്ലേ ഒരു നാടകത്തിലുള്ള. അപ്പോൾ ഒരു നാടകത്തിൽ ഉൾപ്പെട്ട കഥാപാത്രങ്ങളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ ഡ്രമാറ്റിസ് പേഴ്സോൺ എന്ന് പറയുന്നത്. ശകുന്തളം എന്ന് പറയുന്ന ഈ നാടകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. കിങ് ദുഷ്യന്ത ആദ്യമായിട്ടുള്ളത് കിങ് ദുഷ്യന്തയാണ്. കിങ് എന്ന് പറഞ്ഞ രാജാവ്, ദുഷ്യന്ത എന്ന് പറഞ്ഞാൽ ദുഷ്യന്ത രാജാവ്. രണ്ടാമതായിട്ട് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥമാണ്. അപ്പൊ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥം ഓടിക്കുന്നയാൾ എന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് ശകുന്തള ആരാണ്? ഫോസ്റ്റർ ചൈൽഡ്, ദത്തുപുത്രിയാണ്. ഓഫ് സെയ്ജ് കൻവ മഹർഷിയുടെ, സെയ്ജ് എന്ന് പറഞ്ഞാൽ സന്യാസി അല്ലെങ്കിൽ മഹർഷി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കൻവ മഹർഷിയുടെ ദത്തുപുത്രിയായിട്ടുള്ള ശകുന്തളയുണ്ട്. പിന്നെയുള്ളത് അനസൂയ പ്രിയംവദ, രണ്ടുപേരാണ്. അവരാരാണ്? ഫ്രണ്ട്സ് ഓഫ് ശകുന്തളയുടെ സുഹൃത്തുക്കളാണ്. നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. ദുഷ്യന്ത ആൻഡ് ദ ഡിയർ. ദുഷ്യന്ത രാജാവും അതുപോലെ തന്നെ ഡിയർ മാനും. Enter in a chariot pursuing a deer, King Dushyanta, bow and arrow in hand, and the chariot. നമുക്കറിയാം നാടകത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ആ നാടകം എഴുതും അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. എൻ്റർ പ്രവേശിക്കുന്നു. നമുക്കറിയാം നാടകം സ്റ്റേജിൽ നടക്കും, അതിലേക്ക് പ്രവേശിക്കുന്നു. ഇൻ എ ചാരിയറ്റ് ഒരു രഥത്തിൽ, പെർസ്യൂയിങ് ഫോളോ ചെയ്തുകൊണ്ട്, വേട്ടയാടിക്കൊണ്ട് അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ട്, എ ഡിയർ ഒരു മാനിനെ. ആരാണ് പ്രവേശിക്കുന്നത്, വേട്ടയാടുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത്? കിങ് ദുഷ്യന്ത രാജാവാണ്. ബോ ആൻഡ് ആരോ, ബോ എന്ന് പറഞ്ഞാൽ വില്ല്, ആൻഡ് ആരോ എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും, ഇൻ ഹാൻഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആൻഡ് ദ ചാരിയറ്റ് അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്? ചാരിയറ്റ് രഥം ഓടിക്കുന്ന ആളുണ്ട്. അപ്പൊ രഥത്തിൽ അദ്ദേഹം വരുന്നത് ആ രഥം ഓടിക്കുന്ന ഒരാളും രാജാവുമാണ് രഥത്തിലുള്ളത്. രാജാവിന്റെ കയ്യിൽ അമ്പും വില്ലും ഒക്കെ ഉണ്ട്. നമ്മുടെ ചാരിയറ്റർ പറയാണ്, രഥം ഓടിക്കുന്ന ആൾ പറയാണ്. ലുക്കിംഗ് നോക്കിക്കൊണ്ടാണ് പറയുന്നത് അറ്റ് ദ കിങ് രാജാവിനെ. ആൻഡ് ദ ഡിയർ അതുപോലെ തന്നെ മാനിനെയും നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. യുവർ മെജസ്റ്റി അങ്ങുന്നേ അല്ലെങ്കിൽ രാജാവെ എന്ന് നമുക്ക് അഭിസംബോധനം ചെയ്യാണ്.
ഐ സി യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ. ഐ സി ഞാൻ കാണുന്നുണ്ട്. യു നിങ്ങൾ ഹണ്ട് വേട്ടയാടുന്നത്. ദ സ്പോട്ടഡ് ഡിയർ ആ പുള്ളിമാനെ നിങ്ങൾ വേട്ടയാടുന്നത് ഞാൻ കാണുന്നുണ്ട്. വിത്ത് ഷാഫ്റ്റ് അമ്പുകൾ കൊണ്ട്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പുകൾ കൊണ്ട്. ടു എൻഡ് ഹിസ് റേസ് അവന്റെ ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാൻ ഓടുകയാണല്ലോ, ആ ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പുള്ളിമാനെ വേട്ടയാടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് ചാരിയറ്റർ നമ്മുടെ രഥം ഓടിക്കുന്ന ആള് രാജാവിനോട് പറഞ്ഞു. ഇപ്പൊ രാജാവ് പറയാണ്, കിങ് എന്ന് പറഞ്ഞ രാജാവ് പറയുന്നത് എന്താ? ചാരിയറ്റർ രഥം ഓടിക്കുന്ന ആളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാം, ദ ഡിയർ ആ മാൻ ഉണ്ടല്ലോ ഹാസ് ലെഡ് അസ് നമ്മെ എത്തിച്ചിട്ടുണ്ട്. ലെഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക, എത്തിക്കുക. എ ലോങ് ചേസ് ഒരുപാട് ദൂരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നാലെ ഓടിപ്പിച്ചിട്ടുണ്ട്, ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം നമ്മൾ ആ മാന്റെ പിന്നാലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓടി വന്നിട്ടുണ്ട്. ആൻഡ് ഇവൻ നൗ ഇപ്പോൾ പോലും ഹിസ് നെക്ക് അവന്റെ നെക്ക് ഉണ്ടല്ലോ, അവന്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ആ മാന്റെ നെക്ക്, അതിന്റെ കഴുത്ത്, ഇൻ ബ്യൂട്ടി വളരെ സൗന്ദര്യത്തിൽ വളരെ ഭംഗിയിലാണ് ബെൻസ് വളയുന്നത് അല്ലെങ്കിൽ തിരിയുന്നത്. ആസ് ബാക്ക്വേർഡ് പിന്നോട്ട്, ലുക്സ് നോട്ടങ്ങൾ ഹി സെൻസ് അവൻ അയക്കുമ്പോൾ. അപ്പോൾ ആ ഓടുന്നതിനിടയിൽ ആ മാൻ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് പിന്നോട്ട് നോക്കുന്നുണ്ട്. ആ തിരിയുന്ന സമയത്ത് ആ കഴുത്ത് തിരിയുമ്പോൾ അതും വളരെ ഭംഗിയിലാണ് എന്ന് രാജാവ് പറയുന്നു. എന്തിലോട്ടാണ് ആ മാന് പിറകോട്ട് നോക്കുന്നത്? എന്തിലോട്ടാണ് നോക്കുന്നത്? അറ്റ് മൈ പേഴ്സ്വിങ് കാർ. അറ്റ് മൈ എന്റെ പേഴ്സ്വിങ് അതിനെ പിന്തുടരുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന കാർ, എന്റെ കാർ. കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രഥമാണ്. അപ്പോൾ ആ മാനിനെ പിന്തുടരുന്ന എന്റെ രഥം ഉണ്ടല്ലോ, അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അത് പുറകിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ കഴുത്ത് ഇങ്ങനെ വളയുന്നുണ്ട്, തിരിയുന്നുണ്ട്. അതും വളരെ സൗന്ദര്യത്തിലാണ്. എന്താണ് എന്റെ രഥം? ദാറ്റ് ആ രഥമുണ്ടല്ലോ ത്രെറ്റൻസ് ഭീഷണിയാണ്, ഡെത്ത് മരണത്തിന്റെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്, ഫ്രം ഫ്രാർ വളരെ ദൂരത്ത് നിന്നും. അപ്പൊ മാനിന്റെ പിന്നാലെ മരണത്തിന്റെ ഭീഷണി മുഴക്കിക്കൊണ്ട് പിന്നാലെ വരുന്ന രഥത്തെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാൻ എന്ത് ചെയ്യുന്നു? പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കഴുത്ത് ഇങ്ങനെ തിരിയുമ്പോൾ അതുപോലും വളരെ ഭംഗിയിലാണ് എന്ന് രാജാവ് പറയാ. ഫിയർ ഷ്രിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. എന്താണ് പറയുന്നത്? ഫിയർ ഭയം, ഷ്രിങ്സ് ചുരുക്കുന്നു, ഭയം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ചുരുങ്ങുന്നുണ്ട്. ടു ഹാഫ് ദ ബോഡി സ്മോൾ ആ ഒരു മാനിന്റെ ശരീരം ഉണ്ടല്ലോ, അത് ഹാഫ് ദ ബോഡി സ്മോൾ അത് പകുതിയായിട്ട് ചുരുങ്ങുന്നുണ്ട്. അപ്പൊ ഭയം കാരണം ഈ അമ്പും വില്ലയിട്ട് പിന്നാലെ വരുന്ന രാജാവിനെ കണ്ടിട്ട് ഭയന്ന് ഓടുമ്പോൾ ആ ഭയം കാരണം ആ ഒരു കൈകാലുകളൊക്കെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മാന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശരീരം പകുതിയായിട്ട് ചുരുങ്ങുന്നുണ്ട്. സി ഹൗ ഹി ഫിയേഴ്സ് ദ ആരോസ് ഫാൾ. സി നോക്കൂ, ഹൗ എത്രത്തോളം ഹി ഫിയേഴ്സ് അവൻ പേടിക്കുന്നു എന്ന് നോക്കൂ. ദ ആരോസ് ഫാൾ ആ ശരീരത്തിൽ ആരോ വീഴുന്നത്, അമ്പ് വീഴുന്നത്, അമ്പ് തട്ടുന്നത് എത്രത്തോളം ആ മാൻ പേടിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കൂ എന്ന് നമ്മുടെ രാജാവ് ചാരിയറ്ററോട് പറഞ്ഞു. വീണ്ടും രാജാവ് പറയാണ്, ദി പാത്ത് ഹി ടേക്സ് ഈസ് ട്രൂഡ്. ദ പാത്ത് വഴി ഉണ്ടല്ലോ, ഹി അവൻ എന്ന് പറഞ്ഞ മാന്, ടേക്സ് അവൻ എടുക്കുന്ന, അവൻ പോകുന്ന ഈ വഴി ഉണ്ടല്ലോ, ഈ സ്ട്രൂഡ് അത് ആകെ ചിന്ന ചിതറിയിട്ടുണ്ട്. അതിലെന്തൊക്കെയോ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രൂഡ് ചിന്ന ചിതറിയിട്ടുണ്ട്. എന്താണ് അതിൽ ചിന്ന ചിതറിയിട്ടുള്ളത്? വിത്ത് ബ്ലേഡ്സ്. ബ്ലേഡ്സ് പറഞ്ഞാൽ നീണ്ട ഇലകൾ, ഓഫ് ഗ്രാസ് പുല്ലിന്റെ. നമുക്കറിയാം ഈ നീണ്ട പുല്ലുകൾ ഉണ്ടാവുമല്ലോ, വലിയ ഇലകളുള്ള നീണ്ട ഇലകളുള്ള പുല്ലുകളുണ്ടല്ലോ, അതിന്റെ. ഹാഫ് ച്യൂഡ്, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി, ച്യൂഡ് എന്ന് പറഞ്ഞാൽ ചവച്ചത്. അപ്പോൾ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദുഷ്യന്ത രാജാവ് അത് വഴി വന്നത്. അപ്പോഴാണ് ആ മാൻ എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് ഓടുന്നത്. അപ്പോൾ ആ മാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വായിലുള്ള പകുതി ചവച്ച പുല്ലുകളൊക്കെ താഴേക്ക് അത് ഓടുന്നതിനനുസരിച്ച് ആ വഴിയിൽ ചാടി കിടക്കുന്നുണ്ട്. ഹി ലീപ്സ് സോ ഓഫൺ ആൻഡ് സോ ഹൈ. ഹി അവൻ എന്ന് പറഞ്ഞാൽ മാന്, ലീപ്സ് ചാടുന്നു, കുതിച്ചു ചാടുന്നു, സോ ഓഫൺ പലപ്പോഴുമായിട്ട്, ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കുതിച്ചു ചാടുന്നുണ്ട്. ആൻഡ് സോ ഹൈ വളരെ ഉയരത്തിലാണ് അവൻ കുതിച്ചു ചാടുന്നത്. ഹി ഡസ് നോട്ട് സീം ടു റൺ അവനെ കാണുമ്പോൾ, ഹി ഡസ് നോട്ട് സീം അവനെ കാണപ്പെടുന്നില്ല, ടു റൺ ഓടുന്നതായിട്ട്. അവൻ ഓടുന്ന പോലെയല്ല തോന്നുന്നത്, ബട്ട് ഫ്ലൈ അവൻ പറക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത്. പെർസ്യൂ ആസ് എ മേ, പെർസ്യൂ പിന്തുടരുന്നു, ആസ് എ മേ ഞാൻ ചിലപ്പോൾ അവനെ പിന്തുടരുന്നുണ്ടാവാം, ബട്ട് ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ്. ഐ ക്യാൻ ഹാർഡ്ലി എനിക്ക് കഴിയുന്നില്ല. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാക്കാണ്. അപ്പൊ ഐ ക്യാൻ നോട്ട് എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പൊ ഐ ക്യാൻ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്നില്ല, കീപ് ഹിം അവനെ സൂക്ഷിക്കാൻ, ഇൻസൈറ്റ് എന്റെ കാഴ്ചയിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിന്തുടരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എന്റെ കാഴ്ചയിൽ അവനെ നിലനിർത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മാന് വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂടെ എത്താൻ ആർക്ക് കഴിയുന്നില്ല? രാജാവിന് കഴിയുന്നില്ല. അപ്പൊ ചാരിയറ്റർ പറയാണ്, രഥം ഓടിക്കുന്ന ആള് പറയാണ്, യുവർ മജസ്റ്റി അങ്ങുന്നേ, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് the horses back because the ground was rough. I have been holding ഞാൻ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. the horses back നമ്മുടെ കുതിരകളുണ്ടല്ലോ, നമ്മളെ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകളുണ്ടല്ലോ, ആ കുതിരകളെ ഞാൻ ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിടിച്ചു നിർത്തുന്നുണ്ട്. ബിക്കോസ് കാരണം എന്താ? the ground was rough നമ്മൾ ഈ പോകുന്ന നിലം ഉണ്ടല്ലോ, was rough പരുക്കനാണ്. അപ്പൊ അതിലൂടെ സ്പീഡ് പോകാതിരിക്കാൻ വേണ്ടി, കുതിരകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവയെ ഒന്ന് പിടിച്ചു നിർത്തുന്നുണ്ട്, സ്പീഡ് കുറച്ചിട്ടുണ്ട്. this gave ഇതാണ് നൽകിയത്, the deer ആ മാനിന് നൽകിയത്,
നൽകിയത്, എ ലീഡ്, മുന്നിലെത്താനുള്ള അല്ലെങ്കിൽ ഒരു മുന്നോട്ട് കടക്കാനുള്ള ഒരു അവസരം നൽകിയത് അതുകൊണ്ടാണ്, ലീഡ് നൽകിയത് അതുകൊണ്ടാണ്. നൗ ഇപ്പോ വി ആർ, നമ്മളാണ്, ഓൺ ലെവൽ ഗ്രൗണ്ട്, നമ്മൾ ലെവലായിട്ടുള്ള കുഴപ്പമില്ലാത്ത നിലത്തെത്തിയിട്ടുണ്ട്. ആൻഡ് യു വിൽ, നിങ്ങൾ ഈസിലി, വളരെ എളുപ്പത്തിൽ ഓവർടേക്ക് ഹിം, അവനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയും, അവന്റെ മുന്നോട്ട് നടക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. അപ്പൊ ഇത്രയും നേരം നമ്മൾ വന്ന വഴി മോശമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണ്, കുതിരയെ ഒന്ന് പിടിച്ചു നിർത്തിയതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലെവൽ ഗ്രൗണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ഒരു നിലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ രഥം ഉപയോഗിച്ചിട്ട് ആ ഒരു മാനിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുമെന്ന് രാജാവിനോട് ചാരിയേറ്റർ പറയുന്നു. ഇനി അടുത്ത ഒരു സെക്ഷനാണ് ദി വാർണിംഗ്, മുന്നറിയിപ്പ്. അതിൽ വരുന്ന എന്തൊക്കെയാണ്, എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. എ വോയിസ്, ഒരു ശബ്ദം, ബിഹൈൻഡ് ദ സീൻസ്, ആ ചിത്രങ്ങൾക്ക് പിന്നിലായിട്ട് ഒരു ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ ആളെയോ അല്ലെങ്കിൽ ചിത്രമൊന്നും ഇല്ല, നമുക്ക് ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്താണ് വിളിച്ചു പറയുന്നത്, ഓ കിങ്, രാജാവേ, ദിസ് ഡിയർ ബിലോങ്സ് ടു ദി ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. ദിസ് ഡിയർ, ഈ മാൻ ഉണ്ടല്ലോ, ബിലോങ്സ് ടു, സ്വന്തമാണ്, ആരുടേതാണ്, ടു ദ ഹെർമിറ്റേജ്, ആശ്രമത്തിലേതാണ്. ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ ആശ്രമം. ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്, അതിനെ കൊല്ലാൻ പാടില്ല. മസ്റ്റ് നോട്ട് ബി, ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, കിൽഡ്, കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു ശബ്ദം എവിടുന്നോ വരുന്നു, ആരാണെന്ന് അറിയില്ല. ചാരിയറ്റർ, നമ്മുടെ രഥം ഓടിക്കുന്നയാളുണ്ടല്ലോ, ലിസണിങ്, അയാൾ കേൾക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. യുവർ മെജസ്റ്റി, അങ്ങുന്നേ, ഹിയർ ആർ, ഇതാ, ടു ഹെമിറ്റ്സ്, രണ്ട് സന്യാസികൾ ഇതാ, ഹു ഹാവ് കം ടു സേവ്, അവർ വന്നിട്ടുള്ളത് എന്തിനാണ്, ഹു ഹാവ് കം, അവർ വന്നിട്ടുള്ളത് ടു സേവ്, രക്ഷപ്പെടുത്താനാണ്, ദ ഡിയർ, ആ മാനിനെ. ജസ്റ്റ് എപ്പോ, വെൻ, എപ്പോഴാണെന്നറിയോ, യുവർ ആരോ, നിങ്ങളുടെ അമ്പ്, വാസ് എബൌട്ട് ടു ഫോൾ, അതിന്റെ ശരീരത്തിൽ വീഴാനുള്ള സമയമുണ്ടല്ലോ, എത്താനുള്ള സമയമുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനെ വേട്ടയാടി അതിന്റെ കൂടെ എത്തി, ഇപ്പൊ അതിന് അമ്പെയ്ത് വീഴ്ത്തുമെന്നുള്ള അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് സന്യാസിമാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കിങ് ഹേസ്ലി, കിങ് നമ്മുടെ രാജാവ് പറയാണ്, ഹേസ്ലി, അല്പം ധൃതിയോട് കൂടി തിടുക്കത്തോടു കൂടി പറയാം. സ്റ്റോപ്പ് ദ ചാരിയറ്റ്, രഥം നിർത്തൂ എന്ന് രാജാവ് പറഞ്ഞു, ആജ്ഞയിട്ടു. ചാരിയറ്റ്, നമ്മുടെ രഥം ഓടിക്കുന്നയാളുണ്ടല്ലോ, യെസ് യുവർ മജസ്റ്റി, അങ്ങുന്നേ, അതെ എന്ന് പറഞ്ഞു. ഹി ഡസ് സോ, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ രഥം നിർത്തുന്നു. എൻ്റർ, പ്രവേശിക്കുന്നു, നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. എ ഹെർമിറ്റ്, ഒരു സന്യാസി വരുന്നു. വിത്ത് ഹിസ് പീപ്പിൾ, അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടി അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ശിഷ്യന്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്, ഹെർമിറ്റ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ്, ഹെർമിറ്റ്, ആ ഒരു സന്യാസി, ലിഫ്റ്റിംഗ്, ഉയർത്തിക്കൊണ്ട്, ഹിസ് ഹാൻഡ്, അവന്റെ കൈ ഉയർത്തിക്കൊണ്ട് പറയാണ്, ഓ കിങ്, രാജാവേ, ദിസ് ഡിയർ, ഈ മാന്, ബിലോങ്സ് ടു, സ്വന്തമാണ്, ടു ദി ഹെർമിറ്റേജ്, ആശ്രമത്തിന്റെ സ്വന്തമാണ്. ഈ ഒരു മാന് ആശ്രമത്തിൻ്റെതാണ് എന്ന് ആ സന്യാസി വിളിച്ചു പറയുന്നു രാജാവിനോട്. എന്നിട്ട് ആ സന്യാസി പറയാണ്, വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസംസ് പെറിഷ് ഇൻ ദി ഫയർ. എന്നാണ് ആ ഹെർമിറ്റ്, ആ ഒരു സന്യാസി പറയുന്നത്, വൈ ഷുഡ്, എന്തിനാണ്, ഹിസ്, അവന്റെ, ആ ഒരു മാനിന്റെ, ടെൻഡർ ഫോം, ഇളയ ജീവൻ, ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇളയത്, ഇളയ ജീവൻ, എക്സ്പയർ, നശിക്കുന്നത്, ആസ്, ഏതുപോലെ, ബ്ലോസംസ്, ഇപ്പൊ വിരിഞ്ഞ പൂക്കൾ ഉണ്ടല്ലോ, ആ പൂക്കള്, പെരിഷ്, നശിക്കുന്ന പോലെ, ഇൻ ദി ഫയർ, ഒരു തീയിൽ. അപ്പൊ ഇപ്പൊ വിരിഞ്ഞ ഒരു പൂവ് ഒരു തീയിൽ കത്തി നശിക്കുന്ന പോലെ ഈ ഇളയ ജീവൻ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്ന് രാജാവിനോട് ചോദിക്കുകയാണ്. അതായത് ഇളയ ജീവനാണ് ആ മാൻ, അതിനെ എന്തിനാണ് കൊല്ലുന്നത് എന്നുള്ള രൂപത്തിൽ ചോദിക്കുകയാണ്. അതിനെ കൊല്ലുന്നത് ഒരു ഇപ്പൊ വിരിഞ്ഞ ഒരു പൂവ് നമ്മൾ തീ കൊണ്ട് കരിച്ച് നശിപ്പിക്കുന്ന പോലെയാണ്. അപ്പൊ അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഹൗ കുഡ് ദാറ്റ് ജെന്റിൽ ലൈഫ് എൻഡ്യൂർ, ഹൗ കുഡ്, എങ്ങനെയാണ്, ദ ജെന്റിൽ ലൈഫ്, ആ ഒരു ഇളയ ജീവൻ, ജെന്റിൽ എന്ന് പറഞ്ഞാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇളയ എന്നർത്ഥം, എൻഡ്യൂർ, സഹിക്കുക, ദ ഡെഡ്ലി ആരോ, ആ ഒരു വേദന ഉണ്ടാക്കുന്ന, ആ ഒരു മരണസാധ്യതയുള്ള ആരോ, നിങ്ങളുടെ അമ്പുണ്ടല്ലോ, ഷാർപ്പ്, ആ ഒരു കൂർത്ത അമ്പ്, ആൻഡ് ഷുവർ, അത് ഉറപ്പായിട്ടും അതിന്റെ ശരീരത്തിൽ തട്ടുമല്ലോ. അതെങ്ങനെയാണ് ഈ ഒരു ഇളയ ജീവൻ സഹിക്കുക. റീസ്റ്റോർ യുവർ ആരോ ടു ദ ക്യുവർ, റീസ്റ്റോർ, നിങ്ങൾ തിരിച്ചു വെക്കുക, യുവർ ആരോ, നിങ്ങളുടെ അമ്പുകൾ, ടു ദ ക്യുവർ, ക്യുവറിലേക്ക്. ക്യുവർ എന്ന് പറഞ്ഞാൽ അമ്പ് സൂക്ഷിക്കുന്ന കൊട്ടയാണ് ക്യുവർ എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾ തിരിച്ചു വെക്കുക. ടു യു വേർ വെപ്പൻസ് ലെൻഡ്, ടു യു, നിങ്ങൾക്ക്, വേർ വെപ്പൻസ് ലെൻഡ്, ഈ വെപ്പൻസ്, ഈ ആയുധങ്ങൾ തന്നിട്ടുള്ളത്, ദ ബ്രോക്കൺ ഹാർട്ടഡ്, ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ, ടു ഡെലിവർ, അവർക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നിട്ടുള്ളത് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനോ അവരെ സംരക്ഷിക്കാനും അങ്ങനെയുള്ളവർക്ക് സഹായം, സേവനം നൽകാൻ വേണ്ടിയിട്ടാണ്. നോട്ട് സ്ട്രൈക്ക്, ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ അല്ല. ദ ഇന്നസെന്റ്, നിരപരാധികളായ നിഷ്കളങ്കളായ ആൾക്കാരെ നിങ്ങൾ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ ആക്രമിക്കാനോ അല്ല നിങ്ങൾക്ക് എന്ത് തന്നിട്ടുള്ളത്, ആയുധങ്ങൾ തന്നിട്ടുള്ളത് എന്ന് ആ ഒരു സന്യാസി നമ്മുടെ രാജാവിനോട് പറയുന്നു. കിങ്, അപ്പൊ നമ്മുടെ രാജാവ് പറയുന്നത് എന്താ, ബോവിംഗ് ലോ, വണങ്ങിക്കൊണ്ട്, തല കുനിച്ചുകൊണ്ട് പറയാം, ഇറ്റ് ഈസ്
ഈസ് ഡൺ അങ്ങനെ ആവട്ടെ. ഹി ഡസ് സോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമ്പും വില്ലൊക്കെ തിരിച്ച് ആ കൊട്ടയിലേക്ക് തന്നെ വെക്കുകയാണ്. ഹെർമിറ്റ് ആ ഒരു സന്യാസി ജോയ്ഫുള്ളി സന്തോഷത്തോടു കൂടി പറയാം. എ ഡീഡ് വർത്തി ഓഫ് യു. എ ഡീഡ് നല്ലൊരു പ്രവൃത്തിയാണ്. വർത്തി വിലപ്പെട്ടത് ഓഫ് യു നിങ്ങളോളം വിലപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തത്. എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ് ഒരു തിളക്കമുള്ള എക്സാമ്പിൾ ആണ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ. അപ്പൊ നിങ്ങൾ ചെയ്തത് ഒരു നല്ല വിലപ്പെട്ട പ്രവൃത്തിയാണത് മാത്രമല്ല നല്ല തിളക്കമുള്ള ഒരു എക്സാമ്പിൾ ആണ് ഓഫ് കിങ്സ് രാജാക്കന്മാർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തിളക്കമുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. കിങ് രാജാവ് ബോയിങ് ലോ വണങ്ങിക്കൊണ്ട് തന്നെ പറയാം. ഐ ആം താങ്ക്ഫുൾ ഫോർ യുവർ ബ്ലെസ്സിങ്. ഐ ആം താങ്ക്ഫുൾ ഞാൻ നന്ദിയുള്ളവനാണ്. ഫോർ യുവർ ബ്ലെസ്സിങ് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചല്ലോ, ആ ബ്ലെസ്സിങ്ങിന് വേണ്ടി അനുഗ്രഹത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ദ ടു ഹെർമിറ്റ്സ് അപ്പൊ ആ രണ്ട് സന്യാസിമാര് പറയാണ്, ഓ കിങ് രാജാവേ, വി ആർ ഞങ്ങളാണ് ഓൺ അവർ വേ ഞങ്ങൾ പോകുന്ന വഴിയിലാണ്. എന്തിനാണ് ഞങ്ങൾ പോകുന്നത്? ടു ഗ്യാദർ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഫയർവുഡ് വിറക് എന്ന് പറഞ്ഞാൽ കത്തിക്കാനുള്ള ആവശ്യമായ തീ കത്തിക്കാൻ ആവശ്യമായ മരം എടുക്കാൻ വേണ്ടിയിട്ട് വിറകെടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിലാണ്. ഹിയർ ഓൺ ദി ബാങ്ക് ഓഫ് മാലിനി യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കൻവ. ഹിയർ ഇവിടെ ഓൺ ദി ബാങ്ക് ഓഫ് മാലിനി നദിയുടെ തീരത്ത്, ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം, മാലിനി എന്ന് പറഞ്ഞാൽ മാലിനി നദിയുടെ തീരത്ത്, യു മേ സീ നിങ്ങൾക്ക് കാണാവുന്നതാണ് ദ ഹെർമിറ്റേജ് ആശ്രമം ഓഫ് ഫാദർ കൻവ മഹർഷിയുടെ ആശ്രമം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓവർ വിച്ച് ആ ആശ്രമത്തില് ശകുന്തള പ്രിസൈഡ്സ് ശകുന്തളയാണ് പ്രിസൈഡ്സ് നേതൃത്വം വഹിക്കുന്നത്. ആസ് അവർ ഗാർഡിയൻ ഞങ്ങളുടെ ഗാർഡിയനായിട്ട് നേതാവായിട്ട് ഞങ്ങൾക്ക് നോക്കുന്നത് ശകുന്തളയാണ്. പ്രേ എൻറ്റർ ഹിയർ ആൻഡ് റിസീവ് എ വെൽക്കം. പ്രേ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർ ഇട്ട് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പേജിന്റെ വലത് ഭാഗത്തായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എ ഫോം ഓഫ് റെസ്പെക്ട്ഫുൾ റിക്വസ്റ്റ്. വളരെ ബഹുമാനത്തോടു കൂടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ പ്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അത് അവരോട് ബഹുമാനത്തോടു കൂടി അവരോട് ചോദിക്കുകയാണ്. എൻറ്റർ ഹിയർ നിങ്ങൾ ഇങ്ങോട്ട് വന്നാലും ആൻഡ് റിസീവ് എ വെൽക്കം ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ചാലും എന്ന് രാജാവിനോട് വളരെ ബഹുമാനത്തോടു കൂടി അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു. കിങ് അപ്പൊ രാജാവ് പറയാ, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദ അവിടെ മഹർഷിയായിട്ടുള്ള അച്ഛനുണ്ടോ? ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസിയായിട്ടുള്ള അല്ലെങ്കിൽ മഹർഷിയായിട്ടുള്ള ഫാദർ അച്ഛൻ ദർ അവിടെ ഉണ്ടോ? ദ ടു ഹെർമിറ്റ്സ് അപ്പൊ രണ്ട് സന്യാസിമാര് പറയാം, നോ ഇല്ല. ഹി ഹാസ് ലെഫ്റ്റ് അദ്ദേഹം ചുമതലയാക്കിയിട്ട് പോയി. ലെഫ്റ്റ് ആരെയാണ് ചുമതലയാക്കിയത്? ഹിസ് ഡോട്ടർ അദ്ദേഹത്തിന്റെ മകളെ. ടു വെൽക്കം ഗസ്റ്റുമാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതിഥികളെ. ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ അദ്ദേഹം എങ്ങോട്ടാ പോയത്? ജസ്റ്റ് ഗോൺ അദ്ദേഹം പോയിട്ടുണ്ട് ടു സോമതീർത്ഥ അവിടെയുള്ള ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ്, അങ്ങോട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് മകളെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. കിങ് രാജാവ് പറയാം, വെൽ ശരി, ഐ വിൽ സീ ഹർ ഞാൻ അവരെ കണ്ടോളാം, ശകുന്തളയെ കണ്ടോളാം. ഷീ ഷോൾ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ദ സേജ്. ഷീ ഷോൾ സീ അവള് കണ്ടു മനസ്സിലാക്കട്ടെ, മൈ ഡിവോഷൻ എന്റെ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന്, ആൻഡ് റിപ്പോർട്ട് ഇറ്റ് എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യട്ടെ ടു ദി സേജ് നമ്മുടെ മഹർഷിയോട്. അപ്പോൾ ഞാൻ എങ്ങനെയുള്ള ആളാണ്, എൻ്റെ ഒരു ഭക്തി എങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു ശകുന്തള കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യട്ടെ, അവരുടെ മഹർഷിയോട് പറയട്ടെ എന്നുള്ള രൂപത്തിൽ രാജാവ് പറഞ്ഞു. ദ ടു ഹെർമിറ്റ്സ് ആ രണ്ട് സന്യാസിമാരും ദെൻ അങ്ങനെയാണെങ്കിൽ വി വിൽ ഗോ ഓൺ അവർ വേ ഞങ്ങളുടെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകട്ടെ. അപ്പൊ രാജാവ് കിങ് പറയാ, ചാരിയറ്റോ നമ്മുടെ രഥം ഓടിക്കുന്ന ആളെ വിളിച്ചിട്ട് പറയാം, ഡ്രൈവ് ഓൺ നിങ്ങൾ മുന്നോട്ട് പോകും. എ സൈറ്റ് ഓഫ് ദ പയസ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ us. എ സൈറ്റ് കാഴ്ച, എന്ത് കാഴ്ചയാണ്? ഓഫ് ദ പയസ് ഭക്തി നിറഞ്ഞ, പയസ് എന്ന് പറഞ്ഞാൽ ഭക്തി നിറഞ്ഞ, ഹെർമിറ്റേജ് ആശ്രമത്തിന്റെ കാഴ്ച, വിൽ പ്യൂരിഫൈ us നമ്മെ ശുദ്ധീകരിക്കും. അപ്പോ ഒരു ഭക്തി നിറഞ്ഞ ഒരു ആശ്രമത്തിന്റെ കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാകുമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചാരിയറ്ററോട് രാജാവ് പറയുന്നു. ചാരിയറ്റർ യെസ് യുവർ മജസ്റ്റി അതെ അങ്ങൊന്നേ എന്ന് പറഞ്ഞിട്ട് അയാളെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ. കിങ് നമ്മുടെ രാജാവ് ലുക്കിംഗ് അബൌട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്, വൺ വുഡ് നോ വിത്തൗട്ട് ബീങ് ടോൾഡ്. വൺ വുഡ് നോ ഏതൊരാൾക്കും അറിയാൻ കഴിയും, വിത്തൗട്ട് ബീങ് ടോൾഡ് ആരും പറയാതെ തന്നെ അറിയാൻ കഴിയും. ദാറ്റ് എന്താണ് അറിയാൻ കഴിയുക? ദിസ് ഈസ് ഇതാണ് ദ പ്രസിങ്ക്ട് ഓഫ് ദ പയസ് ഗ്രോവ്. ദ പ്രസിങ്ക്ട് എന്ന് പറഞ്ഞാൽ പരിധി, ലിമിറ്റ് ഓഫ് എ പയസ് ഒരു ഭക്തി നിറഞ്ഞ ഗ്രോവ് കാടിന്റെ പരിധിയാണ് എന്ന് ഇത് ആരും പറയാതെ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ആ കാടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ കാട് ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഈ കാട് ഒരു പയസ് ഗ്രോവ് ഒരു ഭക്തി നിറഞ്ഞ കാടാണെന്ന്, അതിൽപ്പെട്ടൊരു സ്ഥലമാണെന്ന് ആരും പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ചാരിയറ്റർ അപ്പൊ നമ്മൾ രഥം ഓടിക്കുന്ന ആൾ ചോദിക്കുക, ഹൗ സോ അതെങ്ങനെയാ? ബക്കിംഗ് രാജാവ് പറയാ, ഡു യു നോട്ട് സീ നീ കാണുന്നില്ലേ? വൈ എന്താണെന്നറിയോ? ഹിയർ ഇവിടെ എന്തൊക്കെയാ? ആർ റൈസ് ഗ്രെയിൻസ് ഇവിടെ ധാന്യങ്ങളുണ്ട്, അരിമണിയൊക്കെ ഉണ്ട്. ഡ്രോപ്പ്ഡ് താഴെ വീണത് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ് നമ്മുടെ
ബിൽസ് എന്ന് പറഞ്ഞാൽ കൊക്ക്, ഓഫ് പാരറ്റ് ചിക്സ് എന്ന് പറഞ്ഞാൽ, പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്ത, ചിക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, ചെറിയ തത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവയുടെ കൊക്കിൽ നിന്നും താഴെ വീണ റൈസ് ഗ്രെയിൻസ്, അരിമണികൾ താഴെയുണ്ട്. ബിനീത് ദ ട്രീ, മരങ്ങൾക്ക് താഴെയായിട്ട്. ആൻഡ് അത് മാത്രമല്ല, പൗണ്ടിങ് സ്റ്റോൺസ്, ഇടിച്ച് പദം വരുത്തിയ കല്ലുകളുണ്ട്. പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് പദം വരുത്തിയ കല്ലുകൾ. വേർ അതില് സ്റ്റിക്സ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്? എ ലിറ്റിൽ ആൽമണ്ട് ഓയിൽ, ചെറിയോ കുറച്ച് ഭാഗം ബദാം. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ബദാമിന്റെ എണ്ണയൊക്കെ പറ്റിപ്പിടിച്ച പദം വരുത്തിയ കല്ലുകൾ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഭക്തിപരമായിട്ട് ഉപയോഗിച്ച കല്ലുകളായിരിക്കാം. അതിൽ എണ്ണയുടെ അംശങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടാൽ ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് എന്നുള്ളത്. ആൻഡ് ട്രസ്റ്റ്ഫുൾ ഡിയർ, അത് മാത്രമല്ല ട്രസ്റ്റ്ഫുൾ, വിശ്വസിക്കുന്ന, വിശ്വാസപൂർണമായിട്ടുള്ള ഡിയർ, മാനുകൾ. ദാറ്റ്, ആ മാനുകൾ ഡു നോട്ട് റൺ അവേ, അവ ഓടിപ്പോകുന്നില്ല. ആസ് വി ഡ്രോ നിയർ, നമ്മൾ അടുത്തേക്ക് എത്തുമ്പോഴും, നമ്മൾ ആ മാനുകളുടെ അടുത്തേക്ക് എത്തുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആ മാനുകളൊന്നും ഓടിപ്പോകുന്നില്ല. ട്രസ്റ്റ്ഫുൾ ആണ്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുണ്യമാക്കപ്പെട്ട ഒരു ആശ്രമത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണെന്ന് നമുക്ക് ആരും പറയാതെ തന്നെ മനസ്സിലാക്കാം. ചാരിയറ്റർ, അപ്പൊ നമ്മൾ രഥം ഓടിക്കുന്ന പറയാം. ഇറ്റ് ഈസ് ഓൾ ട്രൂ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാട്ടോ രാജാവേ എന്ന് പറയുന്നു. കിങ്, രാജാവ്. ആഫ്റ്റർ എ വൈൽ, അല്പസമയത്തിന് ശേഷം. വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്. വി മസ്റ്റ് നോട്ട്, നമ്മൾ ചെയ്യാൻ പാടില്ല. ഡിസ്റ്റർബ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ദ ഹെർമിറ്റേജ്, ആശ്രമത്തെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആശ്രമത്തിലുള്ള ആൾക്കാരെയും ആശ്രമത്തെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സ്റ്റോപ്പ് ഹിയർ, ഇവിടെ നിർത്തൂ. വൈൽ ഐ ഡിസ്മൗണ്ട്, എന്നെ ഇവിടെ ഇറക്കൂ, ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്ന് നമ്മളെ ചാരിയറ്ററോട് കിങ് പറയുന്നു. അദ്ദേഹം ഡിസ്മൗണ്ട്സ്, താഴെ ഇറങ്ങുന്നു. ആൻഡ് ലുക്സ് അറ്റ് ഹിംസെൽഫ്, അയാളെ തന്നെ ഒന്ന് നോക്കുന്നു. രാജാവ് താഴെ ഇറങ്ങിയിട്ട് രാജാവിനെ സ്വയം നോക്കുകയാണ്. രാജാവ് പറയാ, വൺ ഷുഡ് വെയർ, ഒരാൾ ധരിക്കണം. മോഡസ്റ്റ് ഗാർമെന്റ്സ്, വളരെ ലളിതമായ ആഭരണങ്ങൾ ധരിക്കണം, വസ്ത്രങ്ങൾ ധരിക്കണം. ഓൺ എന്ററിങ്, പ്രവേശിക്കുമ്പോൾ. എ ഹെർമിറ്റേജ്, ഒരു ആശ്രമത്തിലേക്ക്. ടേക്ക് ദീസ്, ഇതെടുക്കൂ. ജുവൽസ്, ഈ ആഭരണങ്ങൾ എടുക്കൂ. ആൻഡ് ദ ബോ, ഈ അമ്പും വില്ലും നിങ്ങൾ എടുക്കൂ. ഹി ഗീവ്സ് ദം, അദ്ദേഹം അത് നൽകുന്നു. ടു ദി ചാരിയേറ്റർ, ആ ഒരു രഥം ഓടിക്കുന്ന ആൾക്ക് നൽകുന്നു. ചാരിയറ്റർ, അപ്പൊ ചാരിയറ്റർ പറയാ, യെസ്, അതെ, യുവർ മജസ്റ്റി, അങ്ങുന്നേ, അത് അങ്ങനെ തന്നെയാണ് എന്ന് സമ്മതിച്ചിട്ട് എക്സിറ്റ്, അവിടെ നിന്ന് പോകുന്നു, സ്റ്റേജിൽ നിന്നും പോകുന്നു. കിങ്, നമ്മുടെ രാജാവ്. വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട്, വാക്കിംഗ് നടന്നുകൊണ്ട്, ലുക്കിംഗ് അബൌട്ട് ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട്. ദ ഹെർമിറ്റേജ്, ആശ്രമം. വെൽ, ശരി, ഐ വിൽ എൻ്റർ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ആശ്രമത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന പോലെ അദ്ദേഹം സംസാരിക്കുകയാണ്. അടുത്ത ഭാഗം എന്താണ്? ശകുന്തള ആൻഡ് ജാസ്മിൻ വോയ്. ശകുന്തളയും അതുപോലെ തന്നെ ജാസ്മിൻ വരുന്ന മുല്ലവള്ളിയും. ഫസ്റ്റ് ആയിട്ട് എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്, പിന്നിൽ നിന്നായിട്ട് ഒരു ശബ്ദമാണ്. ശബ്ദം മാത്രമേ ഉള്ളൂ, ആളെ കാണുന്നില്ല. എന്താണ് പറയുന്നത്? ദിസ് വേ, ഇതുവഴി. ഗേൾസ്, പെൺകുട്ടികളെ. അപ്പോൾ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ആരോ ഇതുവഴിയാണ് എന്ന് വഴി കാണിച്ചെടുക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. കിങ്, അപ്പോൾ നമ്മുടെ രാജാവ്. ലിസണിങ്, അത് ആരാണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ഐ ഹിയർ, ഞാൻ കേട്ടുവന്ന്. സംവൺ, ആരുടെയോ ശബ്ദം. ടു ദി റൈറ്റ്, വലതുഭാഗത്ത്. ഓഫ് ദി ഗ്രോ, ഈ വനത്തിന്റെ അല്ലെങ്കിൽ ഈ കാടിന്റെ വലതുഭാഗത്തായിട്ട് ആരുടെയോ ശബ്ദം കേട്ടതായിട്ട് ഞാൻ വിചാരിക്കുന്നു, അദ്ദേഹം സ്വയം പറയാണ്. ഹി വാക്സ്, അദ്ദേഹം നടന്നു പോകുന്നു. ആൻഡ് ലുക്സ് അബൌട്ട്, അദ്ദേഹം ആ പരിസരമാകുന്ന ചുറ്റി നോക്കുന്നു. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ്. ഓ, ഇതാ ഹിയർ ആർ, ഇവിടെ ഉണ്ടല്ലോ ഹെർമിറ്റ് ഗേൾസ്, ആ ഒരു ആശ്രമത്തിലെ ഗേൾസ്, പെൺകുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. വിത്ത്, അവരെന്താ ചെയ്യുന്നത്? വാട്ടറിംഗ് പോട്ട്സ്, അവരെന്തുമായിട്ടാണ് നിൽക്കുന്നത്? വാട്ടറിംഗ്, നനക്കാനുള്ള പോട്ട്സ്, കുടവുമായിട്ടാണ്. ദേ ആർ കമ്മിങ്, അവർ വരുന്നത്. ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലാണ്, ഈ ഒരു ദിക്കിലേക്കാണ് അവർ വരുന്നത്. ടു വാട്ടർ, വെള്ളം നനക്കാൻ വേണ്ടിയിട്ട്. ദ യങ് ട്രീസ്, അവിടെ വളരുന്ന ചെറിയ മരങ്ങളുണ്ടല്ലോ, മരങ്ങൾക്ക് വെള്ളം നനക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഐ വിൽ ഡ്രോ ബാക്ക്, ഞാൻ പിന്നിലേക്ക് മാറി നിന്നേക്കാം. ഇൻ ടു ദ ഷെയ്ഡ്, തണലിലേക്ക്. ആൻഡ് വെയിറ്റ് ഫോർ ദം, അവർക്ക് വേണ്ടി കാത്തിരിക്കാം. ഹി സ്റ്റാൻഡ്സ്, അദ്ദേഹം നിൽക്കുന്നു. ഗേസിംഗ്, നോക്കിക്കൊണ്ട്. അറ്റ് ദം, അവരെ തന്നെ. എൻ്റർ ശകുന്തള ആൻഡ് ഹെർ ടു ഫ്രണ്ട്സ്. എൻ്റർ, പ്രവേശിക്കുന്നു. ശകുന്തള പ്രവേശിക്കുന്നു. ആൻഡ് ഹെർ ടു ഫ്രണ്ട്സ്, അവളുടെ രണ്ട് സുഹൃത്തുക്കളും അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ടാൾക്കാരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അനസൂയ, നമുക്കറിയാം ശകുന്തളയുടെ ഫ്രണ്ടാണ് അനസൂയ അല്ലെ. അനസൂയ പറയാണ്, ഇറ്റ് സീംസ് ടു മീ, എനിക്ക് തോന്നുന്നു, എനിക്ക് കാണപ്പെടുന്നു. ഡിയർ എന്ന് വിളിച്ചിട്ട് പറയാം, നമ്മളെ ശകുന്തളയോട് പറയാണ്. ദാറ്റ്, എന്താണെന്നറിയോ? ഫാദർ കൻവ, അച്ഛനായിട്ടുള്ള കൻവ ഉണ്ടല്ലോ, ആ കൻവ മഹർഷി ഉണ്ടല്ലോ. കെയർസ്, അദ്ദേഹം കെയർ ചെയ്യുന്നു. മോർ, കൂടുതലായിട്ട്. ഫോർ ദി ഹെർമിറ്റേജ് ട്രീസ്, ഈ ആശ്രമത്തിലെ മരങ്ങളെ. ദാൻ, എന്തിനേക്കാൾ കൂടുതലായിട്ട്? ഹി ഡസ്, അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ഫോർ യു, നിന്നോട്. അപ്പോൾ ശകുന്തളയോട് പറയാണ്, നിന്നെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അച്ഛൻ കൻവ മഹർഷി കെയർ ചെയ്യുന്നത് ആരെയാണ്? ഈ ആശ്രമത്തിലെ മരങ്ങളെയാണെന്ന് എനിക്ക് തോന്നുന്നു. യു ആർ ഡെലിക്കേറ്റ് ആസ് ജാസ്മിൻ ബ്ലോസം. യു ആർ, നീയാണ്. ഡെലിക്കേറ്റ്, ലോലമാണ്.
എന്തുപോലെ ലോലമാണ്? ജാസ്മിൻ ബ്ലോസം, ഒരു മുല്ലമുട്ട് പോലെ നീ ഒരു ലോലമായ നിർമ്മലമായ ഒന്നാണ് നീ. യെറ്റ് ഹി ടെൽസ് യു ടു ഫീൽ ദ ട്രെഞ്ചസ് അബൌട്ട് ദ ട്രീസ്. യെറ്റ് എന്നിട്ടും ഹി ടെൽസ് യു അദ്ദേഹം നിന്നോട് പറയുന്നു, ടു ഫിൽ നിറക്കാൻ വേണ്ടിയിട്ട്, നനക്കാൻ വേണ്ടിയിട്ട്, ദ ട്രെഞ്ചസ് ഈ കുഴികൾ അല്ലെങ്കിൽ കിടങ്ങുകൾ, എബൌട്ട് ദ ട്രീസ് ഈ മരങ്ങളൊക്കെ നട്ടിട്ടുള്ള ആ മരങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കുഴിച്ച കിടങ്ങ് അല്ലെങ്കിൽ കുഴികളുണ്ടല്ലോ, ആ കുഴികളിലേക്ക് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിന്നോട് പറയുന്നു. അപ്പൊ അച്ഛൻ എന്താ ചെയ്യുന്നത്? നിന്നെക്കാൾ അച്ഛനെ പ്രിയം അല്ലെങ്കിൽ അച്ഛൻ കെയർ ചെയ്യുന്നത് ഈ മരങ്ങളെയാണ് എന്ന് അനസൂയ നമ്മളെ ശകുന്തളയോട് പറഞ്ഞു. അപ്പോൾ ശകുന്തള പറയാം, ഓ ഇറ്റ് ഈസ് ഇൻ ഫാദേഴ്സ് ബിഡിങ്. ഇതല്ല ഫാദേഴ്സ് ബിഡിങ്, അച്ഛൻ്റെ ഒരു ആജ്ഞയൊന്നുമല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമല്ല, ആജ്ഞയൊന്നുമല്ല. ബിഡിങ് എന്ന് പറഞ്ഞാൽ ആജ്ഞ. ഐ ഫീൽ ലൈക്ക് എനിക്ക് തോന്നുന്നു എ റിയൽ സിസ്റ്റർ ടു ദം, അവരുടെ ഒരു സിസ്റ്ററാണ്, ഒരു റിയൽ സിസ്റ്റർ, ഒരു യഥാർത്ഥ സിസ്റ്ററാണ് ടു ദം അവർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ മരങ്ങളുടെ ഒരു സഹോദരിയാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു. ഷീ വാട്ടേഴ്സ് അവൾ വെള്ളം നനയ്ക്കുന്നത് ട്രീസ് ആ മരങ്ങൾക്ക്. അപ്പോൾ അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രിയംവദ പറയാണ്, ശകുന്തള വി ഹാവ് വാട്ടേഡ് ദ ട്രീസ് ദാറ്റ് ബ്ലോസം ഇൻ ദി സമ്മർ ടൈം. വി ഹാവ് വാട്ടേഡ് നമ്മൾ ഓൾറെഡി നനച്ചല്ലോ ദ ട്രീസ് മരങ്ങൾ. ഏത് മരങ്ങൾ? ദാറ്റ് ബ്ലോസം ഇൻ ദി സമ്മർ ടൈം. സമ്മർ ടൈമിൽ പൂവിടുന്ന, ബ്ലോസം എന്ന് പറഞ്ഞാൽ പൂക്കുന്ന, പൂവിടുന്ന മരങ്ങളൊക്കെ നമ്മൾ നനച്ചല്ലോ. നൗ ഇനി ലെറ്റ്സ് സ്പ്രിങ്കിൾ, നമുക്ക് നനക്കാം, നമുക്ക് തളിക്കാം. ദോസ് ഹൂസ് ഫ്ലവറിംഗ് ടൈം ഇസ് പാസ്റ്റ്, പൂവിടാനുള്ള സമയം കഴിഞ്ഞ മരങ്ങളുണ്ടല്ലോ. ഫ്ലവറിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പൂവിടാനുള്ള സമയം ഇസ് പാസ്റ്റ്, അത് കഴിഞ്ഞ മരങ്ങളുണ്ടല്ലോ, അവയെ നമുക്ക് നനക്കാം. അപ്പോൾ ഇനി വരാനുള്ള പൂക്കൾ വിരിയാനുള്ള മരങ്ങൾക്ക് നമ്മൾ എന്തായാലും വെള്ളം നനച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പൂവിടാനുള്ള സമയം കഴിഞ്ഞ മരങ്ങളുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം നനക്കാം. ദാറ്റ് വിൽ ബി എ ബെറ്റർ ഡീഡ്, അതൊരു നല്ല കാര്യമായിരിക്കും. ബെറ്റർ നല്ല നല്ലത്, ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, കാര്യമായിരിക്കും. ബിക്കോസ് കാരണം എന്താ? വി ഷോൾ നോട്ട് ബി വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല ഫോർ എ റിവാർഡ്, ഒരു റിവാർഡിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ജോലി ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്ലവറിംഗ് ടൈം, പൂക്കാനുള്ള സമയം കഴിഞ്ഞ മരങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം നനച്ചു കൊടുക്കാമെന്ന് പ്രിയംവദ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ശകുന്തള പറയാണ്, വാട്ട് എ പ്രെറ്റി നോഷൻ. ഓ എന്ത് മനോഹരമായ ഐഡിയ. നോഷൻ എന്ന് പറഞ്ഞ ഐഡിയ, പ്രെറ്റി എന്ന് പറഞ്ഞാൽ മനോഹരമായ. അപ്പോൾ എന്ത് മനോഹരമായ ഐഡിയ ആണത്. ഷി ഡസ്, അവൾ അങ്ങനെ ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൂവിട്ട് കഴിഞ്ഞ മരങ്ങൾക്കും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. കിങ്, അപ്പോൾ രാജാവ്, ടു ഹിംസെൽഫ് അയാളോട് തന്നെ പറയാണ്, ആൻഡ് ദിസ് ഈസ് കൻവാസ് ഡോട്ടർ. അപ്പോൾ ഇതാണല്ലേ കൻവാസ് ഡോട്ടർ, ആ കൻവ മഹർഷിയുടെ മകൾ ഇതാണല്ലേ ശകുന്തള എന്ന് പറയുന്ന മകൾ ഇതാണല്ലേ. നേരത്തെ നമുക്കറിയാം, 2 സന്യാസിമാർ കണ്ടിരുന്നു, അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ശകുന്തളയെ കുറിച്ച്. അപ്പോൾ ആ ശകുന്തള ഇതാണല്ലേ എന്ന് രാജാവ് അയാളോട് തന്നെ പറയാണ്. ശകുന്തള, അപ്പോൾ നമ്മളെ ശകുന്തള പറയുന്നത് എന്താ? ലുക്കിംഗ് അഹെഡ്, മുന്നോട്ട് നോക്കിക്കൊണ്ട് പറയാണ്, ഓ ഗേൾസ്, പെൺകുട്ടികളെ, ദാറ്റ് മാംഗോ ട്രീ, ആ ഒരു മാങ്ങ മരം ഉണ്ടല്ലോ, ഒരു മാവുണ്ടല്ലോ, ഈസ് ട്രൈങ് ടു ടെൽ മീ, അത് എന്നോട് പറയാൻ ശ്രമിക്കുന്നു, സംതിങ് എന്തൊക്കെയോ, വിത്ത് ഹിസ് ബ്രാഞ്ചസ്, അതിൻ്റെ ചില്ലകൾ കൊണ്ട്, ദാറ്റ് മൂവ്, അത് അനങ്ങുന്നു, ഇൻ ദ വിൻഡ്, കാറ്റിൽ, ലൈക്ക് ഫിംഗേഴ്സ്, വിരലുകൾ പോലെ, ഒരു മനുഷ്യൻ്റെ വിരലുകൾ പോലെ ആ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ്, അതിൻ്റെ ചില്ലകൾ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിൽ ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ഐ മസ്റ്റ് ഗോ, ഞാൻ പോയിട്ട്, ആൻഡ് സീ ഹിം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. ഷീ ഡസ് സോ, അവൾ അങ്ങനെ ചെയ്യുന്നു. അതായത് ആ ഒരു മാങ്ങാ മരത്തിൻ്റെ മാവിൻ്റെ അടുത്തേക്ക് അവൾ പോകുന്നു. അപ്പോൾ പ്രിയംവദ പറയാണ്, ദർ, അവിടെ, ശകുന്തള അവിടെ, സ്റ്റാൻഡ്, നിൽക്കൂ, റൈറ്റ്, അവിടെ തന്നെ നിൽക്കൂ, വേർ യു ആർ, എവിടെയാണോ നീ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കൂ, എ മിനിറ്റ്, ഒരു നിമിഷത്തേക്ക്. അപ്പം നീ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഒരു നിമിഷം ഒന്ന് നിൽക്കൂ എന്ന് പ്രിയംവദ പറയാം. അപ്പോൾ ശകുന്തള, വൈ, എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയംവദ പറയാണ്, വെൻ ഐ സീ യു ദർ, വെൻ ഐ സീ, ഞാൻ കാണുമ്പോൾ, യു, നിന്നെ അവിടെ കാണുമ്പോൾ, ഇറ്റ് ലുക്സ്, അത് കാണപ്പെടുന്നു, ആസ് ഇഫ്, ഏതുപോലെ എന്നറിയോ, എ വൈൻ, ഒരു വള്ളി പോലെ, ഒരു വള്ളിച്ചെടി പോലെ, വേർ ക്ലിഞ്ചിങ്, പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടി പോലെ, ടു ദി മാംഗോ ട്രീ, ആ ഒരു മാങ്ങാ മരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാവിലേക്ക് പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയെ പോലെ കാണപ്പെടുന്നു. അപ്പോൾ അനസൂയ പറയാ, ഓ ശകുന്തള, here is the jasmine vine that you named light of the grove. She has chosen the mango tree as her husband. എന്താണ് പറയുന്നത്? ശകുന്തളയെ വിളിച്ച് പറയാണ്, ഓ ശകുന്തള, ഹിയർ ഈസ്, ഇതാ, ദ ജാസ്മിൻ വൈൻ, ആ ഒരു മുല്ലവള്ളി ഇതാ, ദാറ്റ് യു നെയ്മഡ്, നീ പേര് നൽകിയ ആ മുല്ലവള്ളി. എന്ത് പേരാ നൽകിയത്? ലൈറ്റ് ഓഫ് ദി ഗ്രവ്, ഈ കാടിന്റെ വെളിച്ചമെന്ന് നീ പേരിട്ട് നൽകിയ ആ ജാസ്മിൻ വൈൻ ഉണ്ടല്ലോ, അതിതാ. ഷീ ഹാസ് ചൂസൺ, അവൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഒരു ജാസ്മിൻ വൈൻ മുല്ലവള്ളി ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദ മാംഗോ ട്രീ, ഈ മാവിനെ, ആസ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവായിട്ട്. അപ്പോൾ ആ ഒരു മാംഗോ ട്രീയിലേക്ക്, ആ ഒരു മാവിലേക്ക് പടർന്നു കയറുന്ന മുല്ലവള്ളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ആ ഒരു മുല്ലവള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഭർത്താവായിട്ട് ഈ ഒരു മാവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ശകുന്തള പറയാം, ഐ സീ വൈ ദേ കോൾ യു ദ ഫ്ലാറ്ററർ. ഐ സീ,
ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു. വൈ ദേ കോൾ യു, അവരെന്തുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നതെന്ന്. ദ ഫ്ലാറ്ററർ, പുകഴ്ത്തുന്നവൾ എന്ന്. ഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെങ്ങനെ പുകഴ്ത്തുക, സുഖിപ്പിക്കാൻ വേണ്ടി പുകഴ്ത്തുവല്ലോ. അപ്പം നീ അങ്ങനെയുള്ള ഒരാളാണെന്ന് നിന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് ശകുന്തള പറഞ്ഞു. ഇപ്പം കിങ് പറയാം, ബട്ട് ദ ഫ്ലാറ്റർ ഈസ് ട്രൂ. നമുക്കറിയാം കിങ് അവരോടല്ല സംസാരിക്കുന്നത്, അദ്ദേഹം സ്വയം സംസാരിക്കുന്ന പോലെയാണ്. പക്ഷേ ദ ഫ്ലാറ്ററി, ആ ഒരു പുകഴ്ത്തലുണ്ടല്ലോ, ഈസ് ട്രൂ, സത്യമാണ്. എന്നാണ് ഹെർ ആംസ്, അവളുടെ കൈകൾ. അവൾ എന്ന് പറയുന്നത് ആ മുല്ലവള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശകുന്തളയാണ് അല്ലെ. അവളുടെ കൈകൾ ആർ ടെൻഡർ, മൃദുലമായ ഷൂട്ട്സ്, തളിരുകളാണ്. നമുക്കറിയാം ഒരു ചെടിയിൽ പുതുതായിട്ട് നാമ്പുകൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ഷൂട്ട്സ് എന്ന് പറയാം, തളിരുകൾ. അപ്പോൾ ടെൻഡർ ആയിട്ടുള്ള ഷൂട്ട്സ് പോലെയാണ്, മൃദുലമായ തളിരുകൾ പോലെയാണ് അവളുടെ കൈകൾ. ഹെർ ലിപ്സ്, അവളുടെ ചുണ്ടുകളോ ആർ ബ്ലോസംസ് റെഡ്, നല്ല വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന നിറമാണ്. ആൻഡ് വാം, നല്ല തെളിഞ്ഞതുമാണ്. അപ്പോൾ ചുണ്ടുകൾ നല്ല ചുവന്ന വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ പോലെയുള്ള ചുണ്ടുകളാണ്. ബിവിച്ചിങ് യൂത്ത് ബിഗിൻസ് ടു ഫ്ലവർ. ബിവിച്ചിങ് യൂത്ത് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന ഒരു യൂത്താണ്, യൗവനമാണ്. ബിഗിൻസ്, തുടങ്ങുന്നത്, ടു ഫ്ലവർ, പൂവിനെ പോലെ പൂക്കാൻ തുടങ്ങുന്ന ഒരു ആകർഷിപ്പിക്കുന്ന ഒരു യൂത്ത് ഉണ്ട്, ഒരു മുട്ട് പോലെയാണ്. ആ മുട്ടാണ് പിന്നെ ഫ്ലവർ ആയിട്ട് മാറുക അല്ലേ. അതുപോലെയാണ് ശകുന്തള എന്ന് അദ്ദേഹം പറയുന്നു. ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം, എന്താണ് ഇൻ ബ്യൂട്ടി, സൗന്ദര്യത്തിൽ, ഓൺ ഹെർ ഫോം, അവൾ മൊത്തമായിട്ട് അവളുടെ രൂപത്തിലുള്ള സൗന്ദര്യം അതുപോലെയാണ് എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നു, സ്വയം പറയുന്നു. ശകുന്തള അപ്രോച്ചസ്, അവൾ അടുത്തെത്തുന്നു, സമീപിക്കുന്നു. ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്, അതിനെ നോക്കുന്നു, ജോയ്ഫുള്ളി, സന്തോഷത്തോട് കൂടിയിട്ട്. വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്, എന്തൊരു ഭംഗിയുള്ള ജോഡിയാണ് ദേ മേക്ക്, അവരുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മാവിൽ പടർന്നു കയറിയ ആ ഒരു മുല്ലവള്ളിയെ നോക്കിയിട്ട് അവൾ പറയാണ്, വാട്ട് എ പ്രെറ്റി, എന്തൊരു ഭംഗിയാണ്. പ്രെയർ, ജോഡിയാണ്, ഭംഗിയുള്ള ജോഡിയാണ് ദേ മേക്ക്, അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാവുണ്ട്, ആ മാവിലൂടെ ചുറ്റി പടർന്നു കയറുന്ന ഒരു മുല്ലവള്ളി ഉണ്ട്, അതിനെ നോക്കിയിട്ട് പറയാണ് പ്രെറ്റി പെയർ, ഒരു ഭംഗിയുള്ള ജോഡിയാണ് അവർ രണ്ടും കൂടി. ദ ജാസ്മിൻ ഷോസ് ഹെർ യൂത്ത് ഇൻ ഹെർ ഫ്രഷ് ഫ്ലവേഴ്സ്. ദ ജാസ്മിൻ, ആ മുല്ലയുണ്ടല്ലോ, ഷോസ്, കാണിക്കുന്നു, ഹെർ യൂത്ത്, അവളുടെ യൗവനം, ഇൻ ഹെർ ഫ്രഷ് ഫ്ലവേഴ്സ്, അവളുടെ ആ ഫ്രഷ് ആയിട്ടുണ്ടായ പൂക്കളിലൂടെ അവളുടെ യൗവനം കാണിക്കുന്നു. ആൻഡ് ദ മാംഗോ ട്രീ, ആ മാവാണെങ്കിലോ, ഷോസ്, അത് കാണിക്കുന്നു, ഹിസ് സ്ട്രെങ്ത്, അവന്റെ ശക്തി കാണിക്കുന്നു, ഇൻ ഹിസ് റൈപ്പനിങ് ഫ്രൂട്ട്. റൈപ്പനിങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴുത്ത പഴം, അതായത് നല്ല മാമ്പഴം ഉണ്ടാക്കിക്കൊണ്ട് ആ മാവ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ശക്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാംഗോ ട്രീയും അതുപോലെ തന്നെ നമ്മളെ ജാസ്മിനും കൂടി ഭാര്യയും ഭർത്താവും പോലെ ഇണകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ജാസ്മിൻ എന്ന് പറയുന്ന വള്ളിച്ചെടി ഭാര്യയാണ്, അതിന്റെ യൂത്ത്, അതിന്റെ യൗവനം കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നു. മാംഗോ ട്രീ അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പാകമായ പഴങ്ങൾ ഉണ്ടാക്കുന്നു. ഷീ സ്റ്റാൻഡ്സ്, അവൾ നിൽക്കുന്നു, നമ്മൾ ശകുന്തള നിൽക്കുന്നു. ഗേസിങ്, നോക്കിക്കൊണ്ട്, അറ്റ് ദം, അവ രണ്ടിനെയും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ അനസൂയ പറയാം, ലുക്ക് ശകുന്തള നോക്കൂ. ഹിയർ ഈസ് ദ സ്പ്രിംഗ് ക്രീപ്പർ, ഇതാ ഇവിടെയുണ്ട്. ഹിയർ ഈസ്, ഇവിടെ ഉണ്ടല്ലോ. ദ സ്പ്രിംഗ് ക്രീപ്പർ ഇവിടെ ഉണ്ടല്ലോ. എന്താണ് സ്പ്രിംഗ് കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിപ്പടർന്ന് കയറുന്ന ചെടിയാണ് നമ്മൾ സ്പ്രിംഗ് കീപ്പർ എന്ന് പറയുക അല്ലെ. അതേതാണ്, ദാറ്റ് ഫാദർ കൻവ ടെൻഡഡ് വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ് ജസ്റ്റ് ആസ് ഹി ഡിഡ് യു. അതേതാണ് ദാറ്റ്, അത് ഫാദർ കൻവ, അച്ഛനായിട്ടുള്ള കൻവ മഹർഷി ഉണ്ടല്ലോ, ടെൻഡഡ്, പരിപാലിച്ചതാണ്, വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ്, അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൾ കൊണ്ട്, ജസ്റ്റ് ആസ് ഹി ഡിഡ് യു, നിന്നെ പരിപാലിച്ച പോലെ തന്നെ. അപ്പം മകളായ നിന്നെ എങ്ങനെയാണോ പരിപാലിച്ചത് അതേപോലെ തന്നെ മഹർഷിയായിട്ടുള്ള കൻവ മഹർഷി പരിപാലിച്ച സ്പ്രിംഗ് കീപ്പർ എന്ന് പറയുന്ന പടരുന്ന വള്ളിച്ചെടി ഇവിടെയുണ്ട്. യു ആർ ഫോർഗെറ്റിംഗ് ഹെർ, നീ അവളെ മറക്കുകയാണ് എന്ന് അനസൂയ പറഞ്ഞു. അപ്പൊ ശകുന്തള പറയാം, ഗോസ് ടു ദി ക്രീപ്പർ, ആ ക്രീപ്പറിന്റെ ആ വള്ളിച്ചെടിയുടെ അടുത്തേക്ക് പോയിട്ട്, ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്, അതിലേക്ക് നോക്കുന്നു, ജോയ്ഫുള്ളി, സന്തോഷത്തോട് കൂടിയിട്ട്. വണ്ടർഫുൾ പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു. അപ്പോൾ അത്ഭുതം വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് പ്രിയംവദയെ വിളിച്ചിട്ട് പറയാണ്, ഐ ഹാവ് സംതിങ്, എനിക്ക് ചില കാര്യങ്ങളുണ്ട്, പ്ലസന്റ്, നല്ല കാര്യങ്ങൾ, സന്തോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, ടു ടെൽ യു, നിന്നോട് പറയാനുണ്ട്. പ്രിയംവദയോട് പറയാം. പ്രിയംവദ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ് ഡിയർ, എന്താണത്? അപ്പൊ ശകുന്തള പറയാ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ, ഇതിപ്പോ സീസൺ ഒന്നുമല്ല. പക്ഷേ ദ സ്പ്രിംഗ് കീപ്പർ, നമ്മളെ ഈ വള്ളിച്ചെടി ഉണ്ടല്ലോ, ഈസ് കവേർഡ്, അത് നിറഞ്ഞിട്ടുണ്ട്, അത് മൂടിയിട്ടുണ്ട്, വിത്ത് ബഡ്സ്, മുട്ടുകൾ കൊണ്ട്, ഡൗൺ ടു ദ വെരി റൂട്ട്, അതിന്റെ താഴെ, അതിന്റെ റൂട്ട്, അതിന്റെ വേരുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മുട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീസൺ അല്ലാഞ്ഞിട്ട് പോലും ആ ചെടിയിൽ എന്തുണ്ട്, പൂവിടാനുള്ള മുട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ദ ടു ഫ്രണ്ട്സ് റണ്ണിങ് അപ്പ് റിയലി, അപ്പോൾ ശകുന്തളയുടെ രണ്ട് സുഹൃത്തുക്കളും പ്രിയംവദയും അതുപോലെ തന്നെ അനസൂയയും രണ്ടുപേരും റണ്ണിങ് അപ്പ്, അങ്ങോട്ട് ഓടി എത്തിക്കൊണ്ട് ചോദിക്കാണ്, റിയലി, ശരിക്കും എന്നവർ ചോദിച്ചു. അപ്പോൾ ശകുന്തള പറയാം, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. കാൺ യു സീ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചു.
പ്രിയംവദ, നമ്മുടെ പ്രിയംവദന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ലുക്കിംഗ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി, സന്തോഷത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് പറയാം. ആൻഡ് ഐ ഹാവ് സംതിങ്, എനിക്ക് ചില കാര്യങ്ങളുണ്ട്. പ്ലസന്റ്, സന്തോഷമുണ്ടാക്കുന്ന ചില നല്ല കാര്യങ്ങൾ ടു ടെൽ യു, നിന്നോട് പറയാനുണ്ട്. യു ആർ ടു ബി മാരീഡ് സൂൺ, നീ പെട്ടെന്ന് കല്യാണം കഴിക്കണം, നീ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. പ്രിയംവദ നമ്മുടെ ശകുന്തളയോട് പറയുന്നു. അനസൂയ, പ്രിയംവദ, ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. പ്രിയംവദയോട് പറയാ, പ്രിയംവദയെ വിളിച്ചിട്ട് പറയാ, ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ശകുന്തള വാട്ടേഴ്സ്, നമ്മുടെ ശകുന്തള എന്ത് ചെയ്യുന്നത്, വാട്ടേഴ്സ് നനക്കുന്നത്, ദ സ്പ്രിംഗ് കീപ്പർ, ഈ സ്പ്രിംഗ് കീപ്പർ എന്ന് പറയുന്ന ഈ വള്ളിച്ചെടി ഉണ്ടല്ലോ, സോ ലവിംഗ്ലി, വളരെ സ്നേഹത്തോടു കൂടി അതിനെ നനക്കുന്നത് അതുകൊണ്ടാണെന്ന് അനസൂയ പറഞ്ഞു. അപ്പൊ ശകുന്തള പറയാ, ഷീസ് മൈ സിസ്റ്റർ, ഇവൾ എൻ്റെ സിസ്റ്ററാണ്, സഹോദരിയാണ്. വൈ ഷുഡിൻറ്റ് ഐ ഗീവ് ഹർ വാട്ടർ, വൈ ഷുഡിൻറ്റ് ഐ, ഞാൻ എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം, ഗീവ് ഹർ വാട്ടർ, ഞാൻ എന്തുകൊണ്ട് അവളെ നനക്കാതിരിക്കണം, അവൾ എൻ്റെ സഹോദരിയാണ്, ഞാൻ എന്തുകൊണ്ടാണ് അവളെ നനക്കാതിരിക്കേണ്ടത്, നനക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, നനക്കാതിരിക്കാൻ എനിക്ക് കാരണമൊന്നുമില്ലല്ലോ. ഷി ടിപ്സ് ഹെർ വാട്ടറിംഗ് പോട്ട്, എന്ത് ചെയ്യുന്നു, ഷി ടിപ്സ്, അവൾ ഒഴിച്ചു നൽകുന്നു, ഹെർ വാട്ടറിംഗ് പോട്ട്, ആ നനക്കാനുള്ള ആ കുടത്തിൽ നിന്നും വെള്ളം ഒഴിച്ചു നൽകുന്നു ആ ചെടിക്കും. ഇനി പാഠഭാഗത്തിലെ അവസാനത്തെ ഭാഗമാണ് ദ ബി അറ്റാക്സ്. ബി എന്ന് പറഞ്ഞാൽ വണ്ട് അല്ലെങ്കിൽ തേനീച്ച എന്നൊക്കെ നമുക്ക് പറയാം. അറ്റാക്സ്, ആക്രമിക്കുന്നു. ശകുന്തള പറയാം, ഓ ഓ, എ ബി ഹാസ് ലെഫ്റ്റ് ദ ജാസ്മിൻ വൈൻ ആൻഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ടു മൈ ഫേസ്. ഓ, എ ബി, ഒരു വണ്ട്, ഒരു തേനീച്ച, ഹാസ് ലെഫ്റ്റ്, വിട്ടുപോന്നിട്ടുണ്ട്, ദ ജാസ്മിൻ വൈൻ, ആ ഒരു മുല്ലവള്ളിയിൽ നിന്ന് വിട്ടുപോന്നിട്ടുണ്ട്, ആൻഡ് ഈസ് ഫ്ലൈയിങ്, അത് പറക്കുന്നു, ഇൻ ടു മൈ ഫേസ്, എൻ്റെ മുഖത്തിന് നേരെയാണ് അത് പറന്നു വരുന്നത്. എന്താണ്, ഷീ അപ്പിയേഴ്സ്, അവളെ കാണപ്പെടുന്നു, ശകുന്തളയെ കാണപ്പെടുന്നു, അനോയിഡ്, അസ്വസ്ഥയായിക്കൊണ്ട് അല്ലെങ്കിൽ ആകെ ശല്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു, ബൈ ദ ബി, ആ വണ്ടിനാൽ അല്ലെങ്കിൽ ആ തേനീച്ചയാൽ. അപ്പോൾ ആ തേനീച്ച ആ മുല്ലവള്ളിയിൽ നിന്നും അവളുടെ മുഖത്തിന് നേരെ പാറി വന്നപ്പോൾ അവൾ ആകെ അസ്വസ്ഥയാകുന്നു. ഓ ഗേൾസ്, പെൺകുട്ടികളെ, സേവ് മീ, എന്നെ രക്ഷപ്പെടുത്തൂ, ഫ്രം ദിസ് ഡ്രെഡ്ഫുൾ ബി, ഈ ഒരു ഭയാനകരമായ വണ്ടിൽ നിന്നും തേനീച്ചയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തൂ എന്ന് ആ പെൺകുട്ടികളെ വിളിച്ച്, തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അത് ശകുന്തള വിളിച്ചു പറയാണ്. അപ്പൊ അനസൂയ ആൻഡ് പ്രിയംവദ സ്മൈലിംഗ്, അനസൂയയും പ്രിയംവദയും രണ്ടാളും കൂടി സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ട് പറയാം, ഹൂ ആർ വി, ഞങ്ങൾ ആരാ, ടു സേവ് യു, നിന്നെ രക്ഷപ്പെടുത്താനെ, കാളപ്പോൾ നീ വിളിച്ചോ, കിങ് ദുഷ്യന്ത രാജാവിനെ വിളിച്ചോ. ഹീ ഈസ് ദ പ്രൊട്ടക്ടർ, അദ്ദേഹമാണ് പ്രൊട്ടക്ടർ, സംരക്ഷിക്കുന്ന ആള്, ഓഫ് ദി ഗ്രൗ, ഈ കാടിനെ. അപ്പൊ ഈ കാടിന്റെയും ഈ നാടിന്റെയും ഒക്കെ രാജാവ് ആരാണ്, ദുഷ്യന്ത രാജാവാണ്. അപ്പൊ അദ്ദേഹമാണ് നമ്മളെ എല്ലാവരും സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് നീ രാജാവിനെ വിളിച്ചോ, ഞങ്ങളെ വിളിക്കണ്ട, ഞങ്ങൾ ആരാണ് എന്ന് പ്രിയംവദയും അനസൂയയും പറയുന്നു. നമുക്കറിയാം നമ്മുടെ രാജാവ് ആ പരിസരത്തുണ്ട്, ഇവർ കാണുന്നില്ലെങ്കിലും ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്, നമ്മുടെ രാജാവ് കേൾക്കുന്നുണ്ട്. ഈ ഒരു നാടകം ഇവിടെ അവസാനിക്കുന്നില്ലെങ്കിലും നമ്മളെ പാഠഭാഗത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ.